വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദുബായ് എക്സ്പോ 2020യുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ മെട്രോ ലൈൻ റൂട്ട് 2020 എക്സ്പോയ്ക്ക് 5 മാസം മുൻപ് മെയ്യിൽ തുറക്കും. നിർമ്മാണ കരാറിനുള്ള അംഗീകാരം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നൽകിയതായി RTA ഡയറക്ടർ ജനറലും ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ചെയർമാനുമായ മത്ര അൽ ഥായർ അറിയിച്ചു. 1060 കോടി ദിർഹമാണ് 15 കിലോമീറ്റർ നീളമുള്ള റൂട്ടിന്റെ നിർമ്മാണ ചെലവ്. യാത്രക്കാരുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രെയിനുകളിൽ സീറ്റ് വിന്യാസത്തിലും സ്റ്റേഷനുകളിലും ചില മാറ്റങ്ങൾ വരുത്തും. മെട്രോ സ്റ്റേഷനുകളുടെ ശുചീകരണം, ഊർജ്ജ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. UAE-യിൽ റോഡുകളിൽ നിന്ന് പഴയ വാഹനങ്ങൾ ഒഴിവാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി 15 വർഷത്തിലേറെ പഴക്കമുള്ള കാറുകളുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ ആലോചന. രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഇത്തരം കാറുകളുടെ പരിശോധന കൂടുതൽ കർക്കശമാക്കുന്ന കാര്യവും പരിഗണനയിലാണെന്ന് അധികൃതർ അറിയിച്ചു. പഴയ വാഹനങ്ങളുടെ എണ്ണം ചുരുക്കി മലിനീകരണവും അപകടവും കുറയ്ക്കുകയാണ് ലക്ഷ്യം. പെരുന്നാൾ ആഘോഷം കണക്കിലെടുത്ത് ഷാർജയിലെ മുഴുവൻ പെയ്ഡ് പാർക്കിംഗ് മേഖലകളും സൗജന്യമായിരിക്കുമെന്ന് നഗരസഭ അധികൃതർ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. എന്നാൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് നിയമം തെറ്റിച്ചാൽ നടപടിയുണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. 2 വാഹനങ്ങളുടെ ഇടം ഒരു വാഹനം കൈക്കലാക്കുക, മറ്റു വാഹനങ്ങൾക്ക് പോകാനും വരാനും കഴിയാത്ത വിധം വാഹനം നിർത്തുക, അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ കെട്ടിടങ്ങൾക്ക് സമീപം വാഹനം നിർത്തുക, കുപ്പത്തൊട്ടുകൾ നീക്കം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ വാഹനം നിർത്തിയിടുക തുടങ്ങിയവ കണ്ടെത്തിയാൽ നടപടി ഉറപ്പാണ് എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഭക്ഷ്യോൽപ്പന്ന ഇറക്കുമതി രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ അറബ് ഇന്ത്യ സ്പൈസസിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് അജ്മാനിൽ പ്രവർത്തനം ആരംഭിച്ചു. DP വേൾഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൽമൂം അൽ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു. 4 ലക്ഷം ചതുരശ്ര അടിയിൽ ഒരുക്കിയ പുതിയ യൂണിറ്റ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സംസ്കരണ യൂണിറ്റാണെന്ന് അറബ് ഇന്ത്യ സ്പൈസസ് മാനേജിംഗ് ഡയറക്ടർ ഹരീഷ് തഹിലിയാനി പറഞ്ഞു. കുവൈറ്റിലെ ഫർവാനിയയിലെ ഒരു വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 10ഓളം പേർ മരണപ്പെട്ടു. പരിക്കേറ്റ 10ലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. മരണപ്പെട്ടവർ പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് പ്രാഥമിക വിവരം. തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് അറിവായിട്ടില്ല. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ഒമാനിലെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന മാധ്യമപ്രവർത്തകരായ ജോസഫ് ബിനി അമർദൂൻ എന്നിവർക്ക് ഇന്ത്യൻ മീഡിയ ഫോറം ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. അനന്തപുരി ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഒമാൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ അംഗവും മുതിർന്ന പത്രപ്രവർത്തകനുമായ സലിം അൽ ജൗഹരി, മോഡേൺ എക്സ്ചേഞ്ച് കൺട്രി മാനേജർ ഫിലിപ്പ് കോശി എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ദൈത് മലയാളി അസോസിയേഷനിൽ വെള്ളിയാഴ്ച ഇന്ത്യൻ കോൺസുലാർ സേവനം ലഭ്യമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. കുട്ടികൾക്ക് പാസ്പോർട്ടിനുള്ള സമ്മതപത്രം, പവർ ഓഫ് അറ്റോർണി, വിവിധ സർട്ടിഫിക്കറ്റുകൾ, വിടുതൽ സർട്ടിഫിക്കറ്റ്, വിമുക്ത ഭടന്മാർക്കുള്ള പെൻഷൻ, ശമ്പള സർട്ടിഫിക്കറ്റുകൾ, സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയ സേവനം ലഭ്യമാകും. സൗദിയിലും ഇതര ഗൾഫ് രാജ്യങ്ങളിലും ശക്തമായ ചൂട് അനുഭവപ്പെടുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ. ഇറാഖിലും കുവൈറ്റിലും സൗദിയുടെ ചില ഭാഗങ്ങളിലും ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമേറിയ ചൂടാണ് 1-2 ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നതെന്ന് പ്രമുഖ കാലാവസ്ഥാ ഗോളശാസ്ത്ര വിദഗ്ധർ വ്യക്തമാക്കി. ശക്തമായ ചൂട് അനുഭവപ്പെടുന്ന ഉച്ചസമയങ്ങളിൽ വാഹനങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കാൻ അദ്ദേഹം ഉപദേശിച്ചു. ദമാം, ജുബൈൽ, ഹഫ്ജിയുടെ കിഴക്ക് ഭാഗങ്ങളിൽ 2 ദിവസങ്ങളായി ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നതെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കിഴക്കൻ പ്രവേശിയിലെ മലയാളികളുടെ പ്രമുഖ കൂട്ടായ്മയായ വെസ്റ്റ് കോസ്റ്റ് മലയാളി അസോസിയേഷൻ ഇഫ്താർ സംഗമം നടത്തി. പ്രസിഡന്റ് ഫ്രിജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ യാസർ അറാഫത്ത്, ജനറൽ സെക്രട്ടറി ഗിരീഷ്, ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. സൗദി കിഴക്കൻ പ്രവേശിയിലെ ചേന്ദമംഗളൂർ നിവാസികളുടെ കൂട്ടായ്മ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ജുബൈൽ ഫനാത്തർ ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതിയൊരു വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ജസീൽ TK, ഷിഹാബ് KV, അസീസ് പൊട്ടശ്ശേരി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്.
കിഴക്കൻ പ്രവേശിയിലെ മലയാളികളുടെ പ്രമുഖ ക്ലബ്ബായ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇഫ്താർ സംഗമം നടത്തി. പ്രസിഡന്റ് ശരൺ ഉച്ചയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഷാഹിറിൻ, അഭിലാഷ്, പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ ട്രിപ്പായുടെ ആഭിമുഖ്യത്തിൽ കിഴക്കൻ പ്രവേശിയിലുള്ള 10-12 ക്ലാസ്സിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഉന്നത വിജയികൾക്ക് ട്രിപ്പ എക്സലൻസ് അവാർഡ് 2016 വിതരണം ചെയ്തു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാൻ അബ്ദുൾ വാരിസ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദമാം യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ PA സലീം, ഹൊസാമ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പാൾ ഗോപിനാഥ് മേനോൻ, IAS സീനിയർ അധ്യാപിക ജമാം മർലിൻ സേവ്യർ, പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ ഗുലാം ഫൈസൽ എന്നിവർ അവാർഡ് ദാനം നിർവഹിച്ചു. ബഹ്റൈനിലെ ബദേൽ ചർച്ചിന്റെ സൺഡേ സ്കൂൾ വാർഷികം സെഗായ റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ നടന്നു. സഭാ ശുശ്രൂഷകൻ ഫാദർ ജോസ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ പാസ്റ്റർ സാജു പോൾ മുഖ്യപ്രഭാഷണം നടത്തി. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും വേദിയിൽ അരങ്ങേറി. കിഴക്കൻ പ്രവേശിയിലെ പ്രമുഖ കൂട്ടായ്മയായ ഈസ്റ്റേൺ മലയാളി ഫെഡറേഷൻ ഇഫ്താർ സംഗമവും വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ഭാരവാഹികളായി മഷ്റൂഫ്, ഷർഫു പാറക്കൽ, നൌഫൽ പാരി എന്നിവരെ തെരഞ്ഞെടുത്തു. വെസ്കോസ മലയാളി അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. രക്ഷാധികാരി മനാഫിന്റെ അധ്യക്ഷതയിൽ ദമാമിൽ കൂടി ജനറൽ ബോഡി യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. പ്രജി KP, രാജേഷ് CB, ധനുഷ് കോടി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റു വാർത്തകളിലേക്ക്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ അടുത്ത മാസം 13 വരെ റിമാൻഡ് ചെയ്തു. പെരുമ്പാവൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ നടപടികൾ പൂർത്തിയാക്കി കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു. മുഖംമൂടിയില്ലാതെ ഇതാദ്യമായാണ് ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതിയിൽ എത്തിച്ചത്. 4:20 മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയോട് പരാതി എന്തെങ്കിലുമുണ്ടോ എന്ന് ദ്വിഭാഷിയുടെ സഹായത്തോടെ മജിസ്ട്രേറ്റ് ചോദിച്ചു. ഇല്ല എന്ന് മാത്രമായിരുന്നു നിസ്സംഗതയോടെ അമീറുലിന്റെ മറുപടി. അതേസമയം ജയിലിലെത്തി പ്രതിയോട് സംസാരിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം അഭിഭാഷകൻ അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷ കോടതി പിന്നീട് പരിഗണിക്കും. തുടർന്ന് അടുത്ത മാസം 13 വരെ പ്രതിയെ റിമാൻഡ് ചെയ്തതായി മജിസ്ട്രേറ്റ് അറിയിച്ചു. വിശദമായ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ച അന്വേഷണ സംഘം കൂടുതൽ തെളിവ് ശേഖരണത്തിനായി പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷ സമർപ്പിച്ചേക്കും. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ SM നസീർ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് 13/7/2016 തീയതി വരെ റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇല്ല, ഇന്ന് സാധാരണ ഇതിൽ റിമാൻഡ് റിപ്പോർട്ടാണ് ഫയൽ ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു. ആ റിമാൻഡ് റിപ്പോർട്ട് അനുവദിച്ചിട്ടാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പ്രതിഭാഗാഭിഭാഷകൻ പ്രതിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അനുവദിക്കണം എന്നൊരു അപേക്ഷ കൊടുത്തു. അത് പരിഗണിക്കുന്നതിനായിട്ട് കോടതി നാളത്തേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അതീവ സുരക്ഷയിൽ കോടതിയിൽ എത്തിച്ച പ്രതിയെ 15 മിനിറ്റിനകം നടപടികൾ പൂർത്തിയാക്കി കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാം ഇടയ്ക്കിടെ മൊഴി മാറ്റി പറഞ്ഞിരുന്നതായി അന്വേഷണ സംഘം. കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം സംബന്ധിച്ചും ഇവ ഉപേക്ഷിച്ച സ്ഥലത്തെക്കുറിച്ചും നൽകിയത് വ്യത്യസ്ത മൊഴികൾ. ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളുടെ വിശദ പരിശോധന നടത്തിവരികയാണെന്നും തെളിവെടുപ്പ് പൂർണ്ണമാക്കുന്നതിനും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. പ്രതി കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ച് വ്യത്യസ്ത മൊഴികൾ നൽകിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. വസ്ത്രങ്ങൾ കാഞ്ചീപുരത്താണ് ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞ പ്രതി പിന്നീട് വൈദ്യശാലപ്പടിയിലെ താമസ സ്ഥലത്തുണ്ടെന്ന് മൊഴി മാറ്റി. അസം യാത്രയ്ക്കിടെ വസ്ത്രം ഉപേക്ഷിച്ചുവെന്ന് വീണ്ടും മൊഴി മാറ്റി പറഞ്ഞതിനാൽ അവ കണ്ടെടുക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിയുടെ പല്ലിന്റെ മാതൃകയും ജിഷയുടെ ശരീരത്തിലെ കടിയേറ്റപ്പാടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. കേസിലേക്ക് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണം. ശാസ്ത്രീയ പരിശോധനയ്ക്കയച്ച തെളിവുകളുടെ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. പ്രതിയെ അന്യസംസ്ഥാനങ്ങളിലടക്കം കൊണ്ടുചെന്ന് തെളിവെടുപ്പ് പൂർണ്ണമാക്കണം. മാത്രമല്ല, കൂടുതൽ ചോദ്യം ചെയ്യലും ആവശ്യമായതിനാൽ അമീറുലിനെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് റിപ്പോർട്ടും സത്യവാങ്മൂലവും പിന്നീട് സമർപ്പിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുള്ളതിനാലും സാക്ഷികൾക്ക് ഭയപ്പാടുണ്ടാക്കുമെന്നതിനാലും ജാമ്യം നൽകരുതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. സഹതടവുകാരിൽ നിന്ന് കടുത്ത പീഡനവും ഭീഷണിയും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അമീറുലിനെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കാൻ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകണമെന്നും അന്വേഷണ സംഘം പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദില്ലിയിൽ മലയാളി സ്കൂൾ വിദ്യാർത്ഥി രജതിനെ അടിച്ചുകൊന്ന 3 പേർ പോലീസ് കസ്റ്റഡിയിൽ.
മർദ്ദനത്തിന് ശേഷം അക്രമി രജത്തിനെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു ദില്ലി പബ്ലിക് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാലക്കാട് സ്വദേശി രജത്തിനെ പാൻ മസാല ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രജത്തിനെയും സഹപാഠികളായ 3 വിദ്യാർത്ഥികളെയും സമീപത്തെ പാർക്കിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയായിരുന്നു 3 പാൻ മസാല ജീവനക്കാർ മർദ്ദിച്ചത്. മോഷണശ്രമം ആരോപിച്ചുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിന് വഴിവെച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. മർദ്ദനത്തിനിടെ കുഴഞ്ഞു വീണ രജത്തിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. സംഭവം നടന്നയുടനെ പോലീസിനെ അറിയിച്ചെങ്കിലും പ്രതികളെ ആരെയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. മയൂർ ബസാർ ഫേസ് 3 ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് തൊട്ട് താഴെ ഈ കാണുന്ന പാൻ മസാല കടയിലെ ആളാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം വിദ്യാർത്ഥിക്ക് നേരെ അഴിച്ചുവിട്ടത്. ഇപ്പോഴും ഈ പാൻ മസാല കട തുറന്നു പ്രവർത്തിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശരിയായ തെളിവുകൾ കൂടി ലഭിക്കാതെ FIR പോലും രജിസ്റ്റർ ചെയ്യാനാകില്ലെന്നായിരുന്നു പോലീസ് ഭാഷ്യം. കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ പാൻ മസാല കടയുടമയെ 2 മക്കളെയും കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 2 പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് PK ബിജു MPയും MP രാജേഷും ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. പോലീസും ലഹരി മാഫിയയും തമ്മിൽ ഒത്തുകളിയാണെന്ന് സമീപവാസികളും പ്രതികരിച്ചു. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ മുതൽ സ്റ്റേഷനിൽ പോയ ആൾക്കാർ പരാതി കൊടുത്തിട്ട് അവരന്വേഷിക്കാൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും നൽകാനാകില്ലെന്നാണ് ദില്ലി പോലീസ് പ്രതികരിച്ചത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രതികളെ ആരെയും പിടികൂടാത്തതിനാൽ കനത്ത പ്രതിഷേധമാണ് ഉയർന്നതിന്റെ മറ്റൊരു ഫലമായി ഈ കട തന്നെ ജനങ്ങൾ തല്ലി തകർത്തു. ദില്ലി പോലീസും ലഹരി മാഫിയയും തമ്മിലുള്ള ബന്ധത്തിന്റെ മറ്റൊരു തെളിവായി കൂടി മാറിയിരിക്കുകയാണ് രാജ്യതലസ്ഥാനത്തെ മലയാളി വിദ്യാർത്ഥിയുടെ മരണം. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ രൂക്ഷമെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ചെലവിലെ ധൂർത്തും നികുതി വരുമാനത്തിലുണ്ടായ ഇടിവും പ്രതിസന്ധിയിലേക്ക് നയിച്ചു. മാർച്ച് 31-ന് ട്രഷറിയിൽ 1643 കോടി രൂപ മിച്ചമുണ്ടെന്ന ഉമ്മൻചാണ്ടിയുടെ വാദം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വരുത്താതെ റവന്യൂ ചെലവ് നിയന്ത്രിക്കുമെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. സാമ്പത്തിക രംഗത്തെ ഗുരുതര സ്ഥിതി വിശദീകരിക്കുന്ന ധവളപത്രം പ്രതിസന്ധിയുടെ കാരണങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവിനങ്ങളിലെ ക്രമാതീതമായ വർധനയും നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. 2006-11 കാലഘട്ടത്തിൽ 17.4% നികുതി പിരിവിലെ വളർച്ച 12.4 കുറഞ്ഞു. വായ്പ എടുക്കുന്ന മുഴുവനും ദൈനംദിന ചെലവിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ വാട്ട് ഈസ് ലെഫ്റ്റ് ഓഫ് ദി ഗവൺമെന്റ്? നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ ഈ മാന്ദ്യകാലത്ത്? ഇതാണ് ടോട്ടൽ കൊളാപ്സ് ഓഫ് ഫിസ്ക്കൽ സ്റ്റെബിലിറ്റി. ഇതാണ് UDF സർക്കാരിന്റെ നീക്കിബാക്കി. കോടതി കിടക്കുന്ന കേസുകൾ എത്ര നാളായിട്ട് കിടക്കുന്നു, അതും തീർക്കാൻ വല്ല ശ്രമമുണ്ട്. സോ ഈ കെടുകാര്യസ്ഥ എവിടെ നിന്നാ വരുന്നത്? ഇതേ ഉദ്യോഗസ്ഥന്മാരല്ലേന്ന് 5 വർഷം മുമ്പ് ഈ എക്സംപ്ലറി പെർഫോമൻസ് 18% പെർ ആനം നടത്തിയത്? ആ ഉദ്യോഗസ്ഥന്മാരെന്താ ഒരു ദിവസം കൊണ്ടങ്ങ് മോശമായി? അവിടെയാണ് അഴിമതി വരുന്നത്. മുകളിൽ നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ദുഷിപ്പ് താഴേക്ക് വരും. 1634 കോടി രൂപ മിച്ചം വെച്ചാണ് കഴിഞ്ഞ സർക്കാർ പുറത്തുപോയതെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അവകാശവാദം ധവളപത്രം തള്ളിക്കളയുന്നു. അടിയന്തര ബില്ലുകൾക്ക് പണം നൽകിയതോടെ 173 കോടി രൂപയുടെ കമ്മിയാണ് ട്രഷറിയിൽ ബാക്കിയുണ്ടായിരുന്നത്. മാർച്ച് 31-ന് 1600 കോടി രൂപ നീക്കിയിരിപ്പ് ട്രഷറിയിൽ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞങ്ങളൊരു ചെറിയ കാര്യം ചെയ്തു. ആ ദിവസം കൊടുക്കാൻ ബാക്കിയുള്ള ബില്ലുകൾ, ബാധ്യതകളല്ല, ട്രഷറിയിൽ പണം പിൻവലിക്കാൻ ബില്ല് കൊടുത്തിട്ട് അത് നാളെ തരാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ബില്ലുകൾ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ -176 അന്നത്തെ ബാലൻസ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങളാണ് ധവളപത്രം മുന്നോട്ട് വെക്കുന്നത്. നികുതി പിരിവിൽ 20 മുതൽ 25% വരെ വർധന വരുത്തുക, പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വരുത്താതെ പദ്ധതിയിതര ചെലവ് കർശനമായി നിയന്ത്രിക്കുക, സംസ്ഥാനത്തിന്റെ പൊതുമൂലധന നിക്ഷേപം ഉയർത്തുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി വ്യക്തമാക്കുന്ന ധവളപത്രം സാമ്പത്തിക മുരടിപ്പ് മറികടക്കാനായി മൂലധന നിക്ഷേപത്തിൽ വർധനവ് ഉറപ്പുവരുത്തുന്നുണ്ട്. നിയമസഭയിൽ നിന്നും MR സജേഷിനും S ഷീജയ്ക്കുമൊപ്പം ജിതിൻ ചന്ദ്രൻ. റംസാൻ വിശേഷങ്ങൾ. നോമ്പുകാലത്ത് ആലപ്പുഴയിലുള്ള ഒരു പഴയ ചടങ്ങാണ് അത്താഴത്തിന് വിളിച്ചുണർത്തൽ. കാലം ഒരുപാട് കടന്നുപോയപ്പോൾ ഈ ആചാരവും മൺമറഞ്ഞു.
അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ വിളിച്ചുണർത്തൽ. കഴിഞ്ഞ 29 വർഷമായി ആന്ധ്ര സ്വദേശി ഭാഷ എല്ലാ വർഷവും നോമ്പുകാലമാകുന്നതോടെ ആലപ്പുഴയിലെത്തും. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇത്തരം പ്രവർത്തികൾക്കായി നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ സാങ്കേതിക സംവിധാനങ്ങൾ ഇത്തരക്കാർക്ക് പകരം വന്നതോടെ ഇവരിൽ പലരും പിൻവാങ്ങി. ഇതിൽ ഭാഷ മാത്രമായി പഴയകാല ഓർമ്മകൾ നിലനിർത്താൻ ഈ പുണ്യപ്രവൃത്തിയുമായി നഗരത്തിൽ ഇപ്പോഴും എത്തുന്നത്. ഇത്ര ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എത്ര മൊബൈൽ ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. വ്രതാനുഷ്ഠാനം തുടങ്ങുന്നതിനുള്ള അറിയിപ്പായാണ് അത്താഴക്കൊട്ടുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ എത്തുന്നത്. ഇവരുടെ വരവും പ്രതീക്ഷിച്ച് ഇപ്പോഴും വിശ്വാസികൾ കാത്തിരിക്കുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. കൂട്ടമായിട്ട് വന്നു, കൂട്ടമായിട്ട് യാത്ര ചെയ്യും, കൂട്ടമായിട്ട് തന്നെ നാട്ടിൽ പോകും. ഇപ്പോൾ ഒറ്റയാൾ ഭാഷാവായി മാത്രം. പുലർച്ചെ 1 മണി മുതൽ 4 മണി വരെ 12 കിലോമീറ്ററിലധികമാണ് ഭാഷാബായി ഉണർത്തുപാട്ടുമായി ഇടവഴികളിലൂടെ വിശ്വാസികളെ തട്ടി ഉണർത്തുന്നത്. നോമ്പുകാലം തീരുമ്പോൾ വിശ്വാസികൾ നൽകുന്ന തുച്ഛമായ തുകയുമായാണ് ഇദ്ദേഹത്തിന്റെ മടക്കം. ഒരു വരുമാന മാർഗം എന്നതിനേക്കാൾ ഉപരി ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കൂടിയാണ് ഭാഷാബായി ഇതിനെ കാണുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ഷാജഹാൻ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ നൂതന സംരംഭം പാർക്കം ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഗ്രൂപ്പ് മേധാവി ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു. ജ്വല്ലറി ഷോറൂം ആവശ്യക്കാരുടെ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ആശയത്തോടെയാണ് പാർക്കം ജ്വല്ലറി സംവിധാനം. ബോബി ആൻഡ് മഡോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാർക്കം ജ്വല്ലറി എന്ന പേരിലാണ് സംരംഭം. ജൂലൈ 9 വരെ ജ്വല്ലറി കോഴിക്കോട് KSRTC സ്റ്റാൻഡ് പരിസരത്ത് ഉണ്ടാകും. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ക്യാമ്പ് ചെയ്യുമെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് 1 ലക്ഷം വൃക്ഷത്തൈകളുടെ വിതരണവും നടന്നു.